ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റംസാൻ ഷോപ്പിങ്ങും ഇഫ്താറിനെ പറ്റിയാണ്. ഈ പാല എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. നമ്മുടെ ഇവിടെ കിച്ചണുണ്ട്. അങ്ങനെ നമ്മൾ നടന്നില്ല. ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം ഏതാണെന്ന് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? അതെ, ലുലു മാളിലേക്കാണ്. നമ്മുടെ കൂടെ ഉമ്മ ഉണ്ട്. ഉമ്മച്ചിയും ഇങ്ങനെ ലുലു മാളിൻ്റെ അകത്ത് കയറാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പാപ്പച്ചി കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കൂടെ റീജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. കിച്ചു അവിടെ നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നു. ഈ ഒരു പ്ലേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഈ ഒരു പുല്ലൊക്കെ വെച്ചിട്ട് ഇതുള്ള നല്ല രസമുള്ളൊരു സ്ഥലമാണ് ഇത്. അതുകൊണ്ട് കിച്ചു അവിടെ വാപ്പായെ വിളിക്കുന്നു. നമ്മളപ്പം ആദ്യം പോകുന്നത് വെസ്റ്റ് സൈഡിലേക്കാണ്. എനിക്ക് കുറച്ച് മോഡേൺ ഡ്രസ്സായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. എനിക്കിഷ്ടമുള്ള കുറച്ച് ഡ്രസ്സസൊക്കെ ചൂസ് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പം അവിടെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഡ്രസ്സസിൻ്റെ. ഹായ്, ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് ഡ്രസ്സസ് ചൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് അപ്പോൾ ആദ്യത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്, പിന്നെ ഒരു വൈറ്റും. ഈ രണ്ടിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ താഴെ. അടുത്ത നമ്മൾ ന്യൂ ഫാഷൻ സ്റ്റോറിലേക്കാണ് ഇപ്പോൾ പോയത്. അവിടെ ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഒരുപാട് നല്ല നല്ല ക്യൂട്ട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ എവിടെ പോയാലും ഒരു ബ്ലാക്ക് ഔട്ട്ഫിറ്റ് അത് ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. ബ്ലാക്ക് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ ഗേളിനായിട്ടുള്ള ഗിഫ്റ്റ് വാങ്ങിച്ച് അതും റാപ്പ് ചെയ്തെടുത്ത് നമ്മൾ അപ്പോഴത്തേക്ക് ഇഫ്താറിൻ്റെ സമയമായിട്ടോ. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി. ഇഫ്താറിൻ്റെ അവിടെ ചെന്നപ്പോഴത്തേക്കും ആദ്യം തന്നെ ചായപ്പീടിയ ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ ഓർഡർ ചെയ്തൊരു സെക്ഷൻ ഉണ്ടായിരുന്നു, പിന്നെ ഡ്രിങ്ക്സിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു, ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു, ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇഫ്താറിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ അടുത്ത് ചെന്നത് മാത്സിലേക്കാണ്. അവിടെ കിച്ചുവിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നല്ല ക്യൂട്ട് കുട്ടി കളക്ഷൻസ് ഉണ്ടായിരുന്നു. കിച്ചു ഓരോ ഡ്രസ്സസും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിച്ചുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് ബ്ലൂ. അതുകൊണ്ട് തന്നെ അവൻ എല്ലാ ബ്ലൂ കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. കിച്ചു നമുക്ക് ഹായ് തരുന്നുണ്ട്. അങ്ങനെ കിച്ചു ഡ്രസ്സൊക്കെ ഇട്ട് നോക്കുന്നു. എന്തായാലും ബ്ലൂ അവന് ഭയങ്കര മാച്ചാണ്. എനിക്ക് ബ്ലാക്ക് ഭയങ്കര അട്രാക്റ്റീവായി തോന്നുന്നതുകൊണ്ടായിരിക്കും. ബൈ ദ വേ, അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ ഇത്. ജസ്റ്റ് റോൾ ഇൻ വിത്ത് ഇറ്റ്, പിന്നെ ജഡ്ജിങ് യു, ഇതൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു കുറച്ച് കളക്ഷൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ പിന്നെ യു ഗോട്ട് ഡ്രസ്, അതൊക്കെ ഒരുപാടാണ്. ഈ സെക്ഷൻസ് ആർക്കും ഇഷ്ടപ്പെടാതെ വരില്ല. അതാണ് കുറേ ക്യൂട്ട് കഡിൽ ടോയ്സ്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ കുറേ PKGs ഉണ്ടായിരുന്നു, കുറേ റാബിറ്റ്സ് ഉണ്ടായിരുന്നു, കുറേ ബിയേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ സ്പൈഡർമാൻ, മിക്കി മൗസ്, അങ്ങനെ ഒരുപാട് ഫ്ലഫി ടോയ്സ് ആണ് ഉണ്ടായിരുന്നത്. കിച്ചുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ലയനാണ് കേട്ടോ. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വൈൽഡ് ആനിമൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മൾ ജ്വല്ലറി സെക്ഷൻ്റെ അടുത്തോട്ട് പോയി. അവിടെ കുറേ ഇയറിങ്സ് ഉണ്ടായിരുന്നു. വലിയ ഇയറിങ്സ്. എനിക്ക് കൂടുതലും ഇഷ്ടം സ്റ്റഡ്സാണ്. കുഞ്ഞു കുഞ്ഞു സ്റ്റഡ്സ് ആയിരിക്കും. കാത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടായിരിക്കും. ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം ഞാൻ കണ്ടത്. ഈ ഒരു പിങ്ക് കളർ, ആ ഒരു ഇയറിങ്സും ആ ഒരു റിങ്ങും ഭയങ്കര റിയലായിട്ടുണ്ട്. ആ ഒരു ഫ്ലവർ ഭയങ്കര റിയലായിട്ടുണ്ടായിരുന്നു. വാങ്ങിക്കണം എന്നുണ്ട്, ബട്ട് പറ്റത്തില്ല. ഇതിൻ്റെ കുറേ കളക്ഷൻസ് താഴെ കിടപ്പുണ്ട്. പിന്നെ നമ്മൾ ചെരുപ്പിൻ്റെ സെക്ഷനിലേക്ക് പോയി. അവിടെ ചെന്ന് ഇങ്ങോട്ട് വന്നപ്പോഴാണ് എൻ്റെ കയ്യിലുള്ള സെയിം ചെരുപ്പിൻ്റെ വേറെ കുറേ കോപ്പീസ്. അതൊന്ന് വന്ന് നോക്കിയിട്ട് പോയി. പിന്നെ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചെരുപ്പ് ഞാനിവിടെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബ്ലൂ എനിക്ക് ഇഷ്ടപ്പെട്ട. ബ്ലാക്കിൻ്റെ സെക്ഷനുണ്ട്, പക്ഷേ ബ്ലൂ ആണ് കുറച്ചും കൂടെ ക്യൂട്ടെന്ന് എനിക്ക് തോന്നുന്നു. ബ്ലൂവും പിന്നെ ഒരു പീച്ച്
ആ ഒരു കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ 2 കളേഴ്സേ ഉള്ളൂ, വേറെ കളേഴ്സ് ഇല്ല. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ പീച്ച് ഇട്ട് നോക്കിയിട്ട് എനിക്ക് ഈ കളറാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ സെയിം ബ്ലൂ ഇട്ട് നോക്കിയപ്പോൾ ഇതായിട്ട് വന്നിട്ടുള്ളത്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ബ്ലൂ ആണ്. എനിക്ക് ബ്ലൂ ചെരുപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ബ്ലൂ ഞാൻ വാങ്ങിച്ചു. കിച്ചുവിന് ഇനി ചെരുപ്പൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കിച്ചുവിന് സർപ്രൈസ് കൊടുക്കാം. അതെല്ലാം വാങ്ങിച്ചു, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ക്യാപ്പൊക്കെ അവിടെ കൊണ്ട് തിരിച്ചു വെച്ചു. ബാഗ്സൊക്കെ വന്ന് നോക്കുകയും എനിക്ക് ഇഷ്ടപ്പെട്ട ആ പിങ്കാണ് കേട്ടോ. ഇങ്ങനെ ബില്ലൊക്കെ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കിച്ചു, നമ്മളെങ്ങോട്ടാ പോകുന്നേ? നമ്മള് KFC അല്ലെങ്കിൽ ഹലൈസിൽ കയറാൻ പോവാണ്. ഉമ്മച്ചി പാപ്പച്ചി കൺവിൻസ് ചെയ്യണം. ഉമ്മച്ചി പാപ്പായി കൺവിൻസ് ചെയ്തൊക്കെ എടുക്കണം. എന്നാലും KFC വാങ്ങിച്ചു തരും എന്ന് പ്രതീക്ഷിക്കും. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി. ഹലൈസിലാണ് കയറിയത്. അൺഫോർച്ചുനേറ്റ്ലി മെനൂസൊക്കെ നോക്കി. പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെയുണ്ട് KFC. ഹലൈസിൽ കയറി മെനു ഒക്കെ നോക്കി അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തു. ഫുഡ് വന്നു. എല്ലാവരും ഫുഡ് കഴിക്കുന്നു. ഇടിയപ്പവും ചിക്കൻ കറിയാണ് ഇവിടെ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ലൈം ജ്യൂസൊക്കെ കുടിച്ച് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നു. ഫുഡൊക്കെ ഫിനിഷ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. ഇനി അടുത്ത പോകുന്നത് സ്റ്റുഡിയോയിലേക്കാണ്. അപ്പോൾ അത് പുറകോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നമുക്ക് ഹാങ്ങിങ്സ് ഉണ്ട്. അടുത്ത് പോയി നോക്കി. ഇപ്പോഴാണ് മനസ്സിലായത് റംസാൻ്റെ ഹാങ്ങിങ്സ് ആണ് ഇവിടുത്തെ. അതിൻ്റെ അകത്ത് ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ സ്റ്റുഡിയോയിലേക്ക് പോയി. സ്റ്റുഡിയോയിൽ നിന്നും ഡ്രസ്സ് വാങ്ങിച്ച് അതിനെ നമ്മൾ വീട്ടിൽ വന്ന് ചെമ്പങ്ങളൊക്കെ പറിച്ച് വീട്ടിലെത്തി. അത്രയേ ഉള്ളൂ.